ഇപ്പോൾ ഈ ആസ്ട്രോളജി എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് കത്തി കയറുന്നുണ്ട്. ഒരുപാട് ആഡ് വരുന്നു. അപ്പോൾ ഇവരുടെ ഭാവി അല്ലെങ്കിൽ ആ ഭൂതം, വർത്തമാനം, പിന്നെ വർത്തമാനം ഇല്ലാത്തത്, മ്യൂട്ട്, അങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ കുറേ പരിപാടികളൊക്കെ ആയിട്ട് കുറേ നടിമാരൊക്കെ ഇറങ്ങിയതിനെ പറ്റിയൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആസ്ട്രോളജി പോലത്തെ മണ്ടത്തരങ്ങൾ വീണ്ടും എങ്ങനെ കുത്തിപ്പൊങ്ങി വരുന്നു എന്ന് ചോദിച്ചാൽ പണ്ട് ഇലുമിനാറ്റി വന്നതുപോലെയൊക്കെ അങ്ങ് കരുതിയാൽ മതി. പിന്നെ വെളുക്കുമ്പോൾ പാറുന്ന ക്രീമുകളൊക്കെ ഇടയ്ക്ക് ഇറങ്ങി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പലർക്കും സ്റ്റിറോയിഡ് ഇംബാലൻസ് ഒക്കെ സ്കിന്നിനൊക്കെ ഉണ്ടായിട്ട് വെയിലത്തിറങ്ങാൻ പറ്റാതെ ഇപ്പോൾ ചികിത്സയിലിരിക്കുന്ന ഒരുപാട് പേരൊക്കെ എനിക്കറിയാം. ചിലരുടെയൊക്കെ കിഡ്നിക്കൊക്കെ ഡാമേജ് ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇനിയും പണികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അത് ഏകദേശം ഒരു കച്ചവടം നടന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് ഈ പറഞ്ഞ ആസ്ട്രോളജി എന്നൊക്കെ പറയുന്ന സംഭവം. ഇത് ആപ്ലിക്കേഷൻസ് ഉള്ള ഡെവലപ്പ് ചെയ്യുന്നത് ദുബൈയിലൊക്കെ ഇസ്രായേലി കമ്പനികൾ ചെയ്യുന്ന ചില AI പ്രൊജക്ട്സുകളുണ്ടാണ്. അതിനകത്ത് എൻ്റെ കുറച്ച് കൂട്ടുകാർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അറിഞ്ഞത്. ഇത് ഇന്ത്യ നല്ലൊരു മാർക്കറ്റാണ്, അവിടെ ഇത്രയും അന്ധവിശ്വാസികളുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ AI ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് വിചാരിക്കുക, അല്ല വേണ്ട ഒരാളെ നിങ്ങൾ കണക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഈ പ്രൊഫൈൽസിലൂടെയൊക്കെ ഈ ChatGPT ചെയ്യുന്ന പോലെ ഈ ആപ്പ് മൊത്തത്തിലൊന്നൊരു അവലോകനം നടത്തുകയാണ്. വിതിൻ സെക്കൻഡ്സ് ഇവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. എപ്പോഴാണ് ബ്രേക്കപ്പ് ആയത്, ഏതൊരു സ്വഭാവമുള്ള ആളാണ്, ഈ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളത് എങ്ങനത്തെ ആളാണ് എന്നൊക്കെ ചാറ്റടക്കം ഇവർ കേൾക്കുന്നുണ്ടെന്നേ. ഇവരിതെല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെന്ന് ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ വീട്ടിൽ ഫോൺ വെച്ചുകൊണ്ടിരുന്നിട്ട് തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, അത് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചുമ്മാ പ്രോട്ടീൻ പൗഡർ 5 പ്രാവശ്യം പറയാമോ? 5 പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതി. വേണ്ട, ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ നമ്മൾ ചെയ്തായിട്ട് വരും. ഇത് അങ്ങനെയല്ല, ഇത് ഒന്നും ചെയ്യാതെ വെറുതെ മുറിക്കാത്തൊരു ഫോൺ വെച്ചിട്ട് ഈ ഫോൺ കേൾക്കുന്ന രീതിയിൽ പറഞ്ഞാൽ പോലും അതിനകത്ത് പിറ്റേ ദിവസം ആഡ് വരും ഈ പറഞ്ഞ പ്രോട്ടീൻ പൗഡറിൻ്റെയോ മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റിൻ്റെയോ. ഇനി വേണ്ട വല്ല കോണ്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരസ്യം വരും. എനിക്കൊന്നും ഇപ്പോൾ എനിക്ക് വരും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പരസ്യം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മനസ്സിലായതല്ലേ? അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതിനകത്ത് കയറി എന്ത് തപ്പിയാലും അത് ഉള്ളതായിട്ട് തോന്നും. അത് നമ്മളെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നും. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങൾ ഫ്യൂച്ചർ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പങ്കാളിയെ കണ്ടെത്തും. അതുവരെ നിങ്ങൾ വേറൊരു കാര്യം ഫോളോ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നാൽ വേണേൽ അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ടിപ്സും ഇതിൻ്റെ പുറകെ വരും. പിന്നെ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ അതിൻ്റെ എല്ലാം പരസ്യത്തിനകത്ത് പിന്നെ വരും. അതെല്ലാം മേടിക്കേണ്ട ഗതികേടുണ്ടാവും. പിന്നെ ഈ ആസ്ട്രോളജി ആയതുകൊണ്ട് ഇവിടുത്തെ വല്ല അമ്പലങ്ങളുമായിട്ടോ വല്ല ടൈപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയായിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തോടൊക്കെ പോയി വല്ലതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യേണ്ട ഗതികേടുള്ള ടൈപ്പ് ആൾക്കാരെ അവർ തിരിച്ചറിയും. അന്ന് ഇവരുടെ ഡെയിലി ആക്ടിവിറ്റീസും ഇവരുടെ ഫോണിലും ഇവരുടെ ഫീഡ്സും എല്ലാം ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ല? അവർക്കറിയാം നിങ്ങൾ ഏതൊരു ആളുകളാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കുറച്ചും കൂടി സാധനം കിട്ടുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. നേരത്തെ ആസ്ട്രോളജേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ ഈ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന പണി ഇപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗിയായിരിക്കും, വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നില്ല. മറ്റൊന്ന് ചിലപ്പോൾ ചിലപ്പോൾ ശരിയായില്ലെന്ന് പറയും. ഇപ്പോൾ ജാതകം നോക്കിയിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു ട്രാക്കിൽ തന്നെ ജീവിച്ച് കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ അതിനകത്ത് ശരിയാവുമെന്ന് എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഇതും. ഇതിനകത്ത് പക്ഷേ കുറച്ചും കൂടി ക്ലോസ് ആയിരിക്കും. അങ്ങനെ തെറ്റുന്ന പോലെ തോന്നത്തില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഈ സാധനമൊക്കെ എടുത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതെല്ലാം ശരിയാണെന്നേ തോന്നുള്ളൂ. നിങ്ങളെപ്പറ്റി പറഞ്ഞതും ഇനി പറയുന്നതും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ശരിയാണെന്ന് തന്നെ വിചാരിച്ച് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റിപ്പോകും. ജീവിതമാണ്.